ഒരു ദിവസം പാരഗ്ലൈഡിംഗ് ചെയ്യുന്നതിനിടെ ഒരു കൊടുങ്കാറ്റിൽ പെട്ട് നിങ്ങൾ നേരെ നോർത്ത് കൊറിയയിൽ ലാൻഡ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഇതാണ് ക്രാഷ് ലാൻഡിംഗ് ഓൺ യു എന്ന കഥയുടെ തുടക്കം. യൂൻ സേ വി സൗത്ത് കൊറിയയിലെ ഒരു റിച്ച് ബിസിനസ് വുമൻ ആണ്. സ്മാർട്ട് ആണ്, സക്സസ്ഫുൾ ആണ്, എല്ലാം സ്വന്തമാക്കിയ ഒരു സ്ത്രീ. ഒരു ദിവസം അവൾ പാരഗ്ലൈഡിംഗ് ചെയ്യുന്നതിനിടെ പെട്ടെന്ന് വലിയ സ്റ്റോമിൽ പെടുന്നു. കാറ്റിന്റെ ശക്തിയിൽ അവൾ ബോർഡർ ക്രോസ് ചെയ്ത് നേരെ നോർത്ത് കൊറിയയിൽ എത്തിപ്പെടുന്നു. അവിടെ അവളെ കണ്ടെത്തുന്നത് റീ ജെങ് ഹയോക് എന്ന നോർത്ത് കൊറിയൻ ആർമി ഓഫീസർ ആണ്. അവളെ കണ്ടാൽ റിപ്പോർട്ട് ചെയ്യണം എന്നതാണ് നിയമം. പക്ഷേ എന്തോ ഒരു കാരണത്താൽ അവൻ അവളെ പ്രൊട്ടക്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു. അങ്ങനെ അവൻ അവളെ തന്റെ വീട്ടിൽ ഒളിപ്പിക്കുന്നു. സൗത്ത് കൊറിയയിലേക്ക് തിരികെ അയക്കാൻ വഴി കണ്ടെത്താൻ ശ്രമിക്കുന്നു. ആദ്യത്തിൽ സേ വീക്ക് എല്ലാം സ്ട്രേഞ്ച് ആണ്. നോർത്ത് കൊറിയയിലെ ജീവിതരീതിയും അവിടുത്തെ ആളുകളും അവൾക്കൊരു പുതിയ ലോകമാണ്. പക്ഷേ പതിയെ അവൾ അവിടെയുള്ള മനുഷ്യരുടെ സിംപ്ലിസിറ്റിയും സ്നേഹവും മനസ്സിലാക്കുന്നു. അതോടൊപ്പം ജെങ് ഹയോക്കിനോടുള്ള ഫീലിംഗ്സ് കൂടി ശക്തമാകുന്നു. ജെങ് ഹയോക് പുറമേ സ്ട്രിക്റ്റ് ആയ സോൾജർ ആണെങ്കിലും ഉള്ളിൽ വളരെ കെയറിംഗ് ആണ്. അവൻ സേവിയെ പ്രൊട്ടക്ട് ചെയ്യാൻ തന്റെ ജീവൻ പോലും റിസ്ക് ചെയ്യുന്നു. ഇവരുടെ റിലേഷൻഷിപ്പ് വളരുന്നതിനൊപ്പം വലിയ പ്രശ്നങ്ങളും വരുന്നു. കാരണം ഇവർ തമ്മിലുള്ള ബോർഡർ ഒരു രാജ്യത്തിന്റെ അതിർത്തി മാത്രമല്ല, രണ്ട് ലോകങ്ങളെ വേർതിരിക്കുന്ന മതിലാണ്. അതേസമയം സൗത്ത് കൊറിയയിൽ സേവിയുടെ ഡിസപ്പിയറൻസ് കാരണം കുടുംബത്തിനുള്ളിൽ പവർ സ്ട്രഗിൾ തുടങ്ങുന്നു. നോർത്ത് കൊറിയയിൽ ജെങ് ഹയോക്കിന് എതിരായ ഡേഞ്ചറസ് കോൺസ്പിറസി കൂടി അൺഫോൾഡ് ചെയ്യുന്നു. ഇപ്പോൾ ഇവർക്ക് പ്രണയം മാത്രം പോരാ, സർവൈവ് ചെയ്യാനും ഒന്നിക്കാനും ഫേറ്റിനോട് ഫൈറ്റ് ചെയ്യണം. ഈ ഡ്രാമയുടെ ബിഗസ്റ്റ് സ്ട്രെങ്ത് അതിന്റെ എമോഷണൽ ഡെപ്ത് ആണ്. റൊമാൻസ്, കോമഡി, സസ്പെൻസ് എല്ലാം പെർഫെക്റ്റ് ബാലൻസ് ആണ്. എസ്പെഷ്യലി ഹയൻ ബെനും സൺ യെ ജിനും തമ്മിലുള്ള കെമിസ്ട്രി ലെജൻഡറി ആണ്. നോർത്ത് കൊറിയൻ സൈഡ് ക്യാരക്ടേഴ്സ് കൂടി ഡ്രാമക്ക് വലിയ ലൈഫ് നൽകുന്നു. ഓരോ സീനും നാച്ചുറൽ ഫീൽ ആണ്. സിനിമാറ്റോഗ്രഫി ബ്യൂട്ടിഫുൾ ആണ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഹാർട്ട് ടച്ചിങ് ആണ്. ക്രാഷ് ലാൻഡിംഗ് ഓൺ യു ഒരു റൊമാൻസ് ഡ്രാമ മാത്രമല്ല, ഇത് ഫേറ്റ്, ഡെസ്റ്റിനി, സാക്രിഫൈസ്, ട്രൂ ലവ് എന്നിവയെക്കുറിച്ചുള്ള എമോഷണൽ മാസ്റ്റർപീസ് ആണ്. റൊമാൻസ് ഡ്രാമാസ് ഇഷ്ടമുള്ളവർക്ക് ഇത് തീർച്ചയായും മസ്റ്റ് വാച്ച് ആണ്.